വലിയ വിവാദ നായകനായ ഒരു ബിസിനസ്സുകാരനാണല്ലോ ഗൗതം അദാനി. രാവിലെ എണീറ്റാൽ അദാനിയെ 4 ചീത്ത പറയാതെ രാഹുൽ ഗാന്ധിക്ക് പല്ല് തേക്കാൻ പോലും പറ്റില്ല. ചായ കുടിക്കുന്നതിന് മുമ്പ് ഒരു 4 ചീത്ത അദാനിയെ വിളിക്കുമ്പോൾ അദാനി ആ പ്രദേശത്തെങ്ങും ഇല്ലാത്തതുകൊണ്ട് ചുമ്മാ ആകാശത്തേക്ക് നോക്കി തെറി പറയും. അദാനിക്ക് കിട്ടിക്കോളും എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ സങ്കല്പം. ഇപ്പോൾ അതിന് ആളൊക്കെ കുറവാണ്. കാരണം പതുക്കെ മമതാ ബാനർജി തുറന്ന് തന്നെ പറഞ്ഞു, എടോ എന്തിനാടോ ഇങ്ങനെ കണ്ടവനെ ചീത്ത പറയുന്നത്, എന്ത് കാര്യത്തിനാണ്? അദാനിയുടെ ബിസിനസ് വെസ്റ്റ് ബംഗാളിലുണ്ട്, ഒറീസയിലുണ്ട്, തെലങ്കാനയിലുണ്ട്, കർണാടകയിലുണ്ട്, സകല സ്ഥലത്തുമുണ്ട്. ഉള്ള പൊട്ടിപ്പൊളിഞ്ഞ കമ്പനിയെല്ലാം അദാനി ഏറ്റെടുത്തിട്ട് കാശ് മുടക്കിയിട്ട് നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. അദാനി പവർ എന്ന് പറയുന്നത് വലിയൊരു ഇലക്ട്രിക് സപ്ലയറാണ്. ഇത് രാഹുൽ ഗാന്ധിക്ക് കണ്ണിപ്പിടിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് സംസ്ഥാനങ്ങൾക്ക് അങ്ങനെ ഇയാളെ വിട്ടുകളയാൻ പറ്റുമോ? അയാളെ ചീത്ത പറയുകയാണെങ്കിൽ അയാളുടെ പ്രോജക്റ്റെങ്കിലും വേണ്ടാന്ന് വയ്ക്കണ്ടേ? ഇതിങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതിനിടയ്ക്ക് യാദൃച്ഛികമായിട്ട് ഞാൻ കണ്ട ഒരു വാർത്തയാണ് അദാനിയുടെ കൊളംബോയിലെ പോർട്ട്. അപ്പോൾ വാർത്ത വലിയ വാർത്തയാണ്. അദാനി പോർട്സ് ടു സെൽഫ് ഫിനാൻസ് കൊളംബോ പോർട്ട് ടെർമിനൽ പ്രോജക്റ്റ് ആഫ്റ്റർ ഡ്രോപ്പിംഗ് US ഫണ്ടിങ്. അമേരിക്കയിൽ നിന്ന് ലോൺ എടുത്തിട്ട് കൊളംബോയിൽ ഒരു കൊളംബോ വെസ്റ്റ് ഇൻ്റർനാഷണൽ ടെർമിനൽ. കൊളംബോ വെസ്റ്റ് എന്ന് വെച്ചാൽ പടിഞ്ഞാറൻ കൊളംബോ. അപ്പോൾ കിഴക്കൻ കൊളംബോ വേറൊരു പോർട്ടുണ്ട്. ആ പോർട്ട് അതിൻ്റെ 90% കപ്പാസിറ്റിയിൽ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻ്റർനാഷണൽ റൂട്ടിലെ ഏറ്റവും അധികം ട്രാഫിക് ഹാൻഡിൽ ചെയ്യുന്നത് കൊളംബോയാണ്. അവിടെ നിന്നും കൺവീനിയൻ്റ് ആയിട്ടുള്ള വേറൊരു പോർട്ടാണ് അവരുടെ ഹമ്പൻ തോത്ത പോർട്ടുണ്ട് ശ്രീലങ്കയ്ക്ക്. അതുകൂടാതെ പടിഞ്ഞാറൻ കൊളംബോ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു പോർട്ട് വരുന്നു. അത് ഭൂമിയിലെ ഏറ്റവും വലിയ പോർട്ടാണ് എന്ന് അവർ ക്ലെയിം ചെയ്യുന്നു. എനിക്ക് ഈ അദാനി അമേരിക്കയിൽ നിന്ന് ലോൺ എടുക്കുകയോ എടുക്കാതിരിക്കുകയോ ചെയ്യുന്നതിൽ നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നാട്ടുകാർക്ക് എന്താ ഇതിൽ കാര്യം? ഒരു മുതലാളി ഫെഡറൽ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നു, അല്ലെങ്കിൽ സ്റ്റേറ്റ് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നു, ലോണേ എടുക്കുന്നില്ല. നമുക്കെന്താ ഇതിൽ കാര്യം? നമുക്ക് കാര്യമൊന്നുമില്ല. ഞാനിത് നിങ്ങളോട് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ CWIT പ്രോജക്റ്റ്, അതാണ് കൊളംബോ വെസ്റ്റ് ഇൻ്റർനാഷണൽ ടെർമിനൽ പ്രോജക്റ്റ്, വാസ് ലോഞ്ച്ഡ് ഇൻ സെപ്റ്റംബർ 2021. 2021 തുടങ്ങിയ പോർട്ടാണ്. അത് ഇപ്പോൾ തീരാൻ പോകുന്നു. ഏർലി 2025, അതായത് ജാനുവരി, ഫെബ്രുവരി, മാർച്ചിന് മുമ്പ് അത് തീർന്ന് ഓപ്പറേഷനിലാകും. അപ്പോൾ ആ പോർട്ട് കുറേ കൂടെ അട്രാക്റ്റീവാണ്. ഇതിൽ പറയുന്നുണ്ട്, കൊളംബോ പോർട്ട് കറൻ്റ്ലി ഓപ്പറേറ്റിംഗ് അറ്റ് ഓവർ 90% capacity is considered the busiest transshipment hub in the Indian Ocean, underscoring the need for additional infrastructure. ഈ അഡീഷണൽ ഇൻഫ്രാസ്ട്രക്ചറിനായിട്ടാണ് കൊളംബോ വെസ്റ്റ് ഒരു പോർട്ട് ഉണ്ടാക്കുന്നത്. അല്ല, ഇതിലിപ്പോൾ നമുക്ക് എന്താ കാര്യം? ശ്രീലങ്ക പോർട്ട് ഉണ്ടാക്കിക്കോട്ടെ. അങ്ങനെയല്ല, നമുക്ക് കാര്യമുണ്ട്. നമ്മൾ വലിയൊരു പോർട്ട് അദാനിയെ കൊണ്ട് തന്നെ ഉണ്ടാക്കിച്ചിട്ടുണ്ട്. എവിടെ? വിഴിഞ്ഞത്തുനിന്ന് ശ്രീലങ്കയ്ക്ക് എന്ത് ദൂരമുണ്ടെന്നാണ് നിങ്ങളുടെ വിചാരം? വിഴിഞ്ഞം കേരളത്തിൻ്റെ തെക്കേ അറ്റത്താണ് വിഴിഞ്ഞം. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ സിലോൺ തുടങ്ങുകയായി. ആ തുടക്കത്തിലൊരല്പം തെക്കോട്ട് മാറിയാണ് കൊളംബോ. ഇൻ്റർനാഷണൽ സീ റൂട്ട് നോക്കിക്കഴിഞ്ഞാൽ വിഴിഞ്ഞത്തേക്കാളും ആ റൂട്ടിനോട് അടുത്ത് കിടക്കുന്ന കൊളംബോയാണ്. ഇപ്പം തന്നെ കൊളംബോയിലൊരു പോർട്ടുണ്ട്. അടുത്ത പോർട്ടും കൂടെ ഉണ്ടാക്കുന്നു. ആര്? അദാനി. ഞാൻ പറയുമ്പോൾ നിങ്ങൾ കുറ്റം പറയും. വെറുതെ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. കൊച്ചിയിൽ വല്ലാർപാടം ഇൻ്റർനാഷണൽ കണ്ടെയ്നർ ടെർമിനൽ വന്നല്ല, ഇൻ്റർനാഷണൽ ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനൽ. അതിനകത്ത് ഒരുപാട് ടി ഉണ്ട്. BCSITTTTP ഇങ്ങനെയൊക്കെയുള്ള സാധനം. അപ്പോൾ അന്ന് വല്ലാർപാടം വലിയ ഭൂലോകത്തിലെ വലിയ സാധനമാകുമെന്ന് പറഞ്ഞിട്ട് അവിടെ വലിയ റെയിൽവേ ലൈനൊക്കെ പണിഞ്ഞൊക്കെ കൊടുത്തിട്ട്, എൻ്റെ ദൈവമേ, റെയിൽവേ ലൈൻ തുരുമ്പെടുത്തുകൊണ്ടിരിക്കുക. റെയിൽവേ പറഞ്ഞു, ആഴ്ചയിലൊരിക്കലെങ്കിലും ഒരു ഗുഡ്സ് ട്രെയിൻ വല്ലാർപാടത്തേക്ക് ഓടിച്ചില്ലെങ്കിൽ ഈ പാളം തുരുമ്പെടുത്ത് പോകും. പാളം തുരുമ്പെടുക്കാതിരിക്കാനായിട്ടെങ്കിലും ഒരു തവണ വണ്ടി ഓടിക്കുക.
എവിടെ ഓടിക്കാൻ, എന്തിനോടിക്കാൻ? അവിടെയൊന്നും ഒരു ചുക്കൂല, ബിസിനസ്സില്ല. അവസാനം എന്ത് ചെയ്തു? കൊച്ചി തുറമുഖത്തെ ബിസിനസ് വല്ലാർപാടത്തേക്ക് മാറ്റി. കൊച്ചി തുറമുഖം എന്ന് പറഞ്ഞാൽ രാജീവ് ഗാന്ധി പോർട്ട് എന്നാണ് അതിനെ വിളിക്കുന്നത്. അതിൻ്റെ ബിസിനസ് മുഴുവൻ, കണ്ടെയ്നർ ബിസിനസ് മുഴുവൻ വല്ലാർപാടത്തേക്ക് മാറ്റി. ഇപ്പോൾ കണ്ടെയ്നറും കൊണ്ട് പോകണമെങ്കിൽ വല്ലാർപാടം പോർട്ടിലൂടെ പോകാവുള്ളൂ എന്നുള്ള സ്ഥിതിയായി. ചൊരിചരക്ക് എന്ന് പറയുന്ന ഈ ഫെർട്ടിലൈസർ ഇതുപോലെയൊക്കെയുള്ള സാധനം ചാക്കിലാക്കാതെ കണ്ടെയ്നറിലാക്കാതെ കൊണ്ടുവരുന്ന സാധനങ്ങളുണ്ടല്ലോ, അത് മാത്രമാണ് രാജീവ് ഗാന്ധിയുടെ കടയിൽ കച്ചവടം. ആ രാഹുൽ ഗാന്ധി അറിയാൻ വേണ്ടി ഞാൻ പറയുകയാണ്, രാജീവ് ഗാന്ധിയുടെ പേരിൽ സ്നേഹത്തിൻ്റെ ഒരു തുറമുഖം തന്നെ, കടയെന്നല്ലേ പറയുന്നത്, ഇത് കടയൊന്നും അല്ലൊരു തുറമുഖം തന്നെ തുറന്നു വെച്ചിരിക്കുകയാണ് കൊച്ചിയിൽ. വർഷം എത്രയായി? അതിലേ ഈ ചരക്ക് മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ, കണ്ടെയ്നർ പറ്റില്ല. അന്ന് വലിയ ബഹളമായിരുന്നു തുടക്കത്തിൽ. കൊളംബോ നമ്മളെ പാര വയ്ക്കുന്നു, വല്ലാർപാടത്ത് വരുന്ന കണ്ടെയ്നർ മൊത്തം കൊളംബോ അടിച്ചു മാറ്റുന്നു. ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? കടലിൽ പോയിട്ട് കൊളംബോക്കാരൻ വണ്ടി നേരെ കൊളംബോയ്ക്ക് വിടറ, കൊച്ചിയിൽ പോരുതെന്നൊക്കെ പറയുമോ? അവരെന്താ കടൽ കൊള്ളക്കാർ? എളുപ്പമായതുകൊണ്ട് അവിടെ പോകുന്നു. ഇത് വിവരമുള്ളവർ അന്നേ പറഞ്ഞു, നിങ്ങൾ ഈ വല്ലാർപാടത്തിട്ട് ഈ പണിയൊക്കെ ചെയ്യാതെ. അതൊന്നും പറ്റില്ല. ദുബായ് പോർട്ട് വേൾഡാണ് അത് ചെയ്യുന്നത്. ദുബായ് എന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ മുൻപിൻ നോക്കാനില്ല. എല്ലാവരും കൂടെ എടുത്ത് ചാടി ഒരു കാര്യം ചെയ്ത് കേട്ടോ, എന്താ കബോട്ടേജ് നിയമം അത് ഒഴിവാക്കണം എന്ന് പറയും. കബോട്ടാഷ് എന്ന് പറയും. കബോട്ടാഷ് എന്ന പേരിലൊരു നിയമമില്ല. നമ്മുടെ ഷിപ്പിംഗ് ആക്റ്റിലുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ഈ ഇൻ്റർനാഷണൽ ചരക്കുകൾ കൊണ്ടുവരുമല്ലോ കണ്ടെയ്നറുകൾ കൊണ്ടുവന്നിട്ട് അത് ചെറിയ തുറമുഖങ്ങളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുക. അതാണ് ഈ ട്രാൻസ്ഷിപ്മെൻ്റ് എന്ന് പറയുന്നത്. പല സ്ഥലത്തു നിന്ന് വരുന്ന സാധനം ഒരു സ്ഥലത്ത് വരികയും അത് പിന്നെയും വേറെ വേറെ പോകുന്ന കപ്പലിൽ വേറെ കയറ്റി വിടുകയും, ഇതാണ് ഒറിജിനൽ ട്രാൻസ്ഷിപ്മെൻറ്റ്. അപ്പോൾ കൊച്ചിയിൽ വരുന്ന കപ്പലിൽ നിന്ന് കുറേ കണ്ടെയ്നർ ഗോവയ്ക്ക് കൊണ്ടുപോകണം. അത് കൊണ്ടുപോകുന്ന കപ്പൽ അത് ഇന്ത്യൻ കപ്പലായിരിക്കണം. ഇതാണ് ഇന്ത്യയിലെ നിയമം. ആ നിയമം ഇളവ് ചെയ്യണം, ഏത് കപ്പലിനും അത് കൊണ്ടുപോകാം എന്നാക്കണം എന്ന് പറഞ്ഞു വൻ ബഹളം നടന്നു. ഇന്ത്യ അത് ചെയ്യാത്തതിന് കുഴപ്പമുണ്ട്. കാരണം ഗ്രീസിൽ നിന്നൊക്കെ പഴയ കപ്പലുകൾ കൊണ്ടുവന്ന് കടലിൽ അങ്ങ് തള്ളും. ഇത് നമുക്കിതിൻ്റെ ഗൗരവം അറിഞ്ഞുകൂടായിട്ടാണ്. ഒരു 10 വർഷം മുമ്പ് ബോംബെയിലെ ജൂഹു ബീച്ചിൽ ആൾക്കാർ രാവിലെ അന്തം വിട്ടുപോയി. ഒരു കപ്പൽ വന്ന് മണ്ണിലങ്ങ് തറഞ്ഞു നിൽക്കുന്നു. ബീച്ചിൽ നിന്ന് ഒരു 50 അടി ദൂരത്തിൽ മണ്ണിൽ ഉറച്ചു നിൽക്കുന്നു. ആരുടെ കപ്പലാണെന്ന് അറിഞ്ഞുകൂടാ, ആർക്കും അറിഞ്ഞുകൂടാ, കപ്പലിൽ ആരുമില്ല. ഇതാണ് കടലിൽ ഉപേക്ഷിക്കുക. കാരണം പഴയ കപ്പൽ പൊളിക്കാനുള്ള പാട്, അതിൻ്റെ കാശ് ചിലവ് എത്രയാണെന്നറിയാമോ? ഇന്ത്യയിൽ ഗുജറാത്തിലാണ് നമ്പർ 1 ഈ ഷിപ്പ് ബ്രേക്കിംഗ് ഇൻഡസ്ട്രി ഉള്ളത്. ഷിപ്പ് ബ്രേക്കിംഗ് ചില്ലറ കളിയല്ല. 12 കോട്ട് പെയിൻ്റൊക്കെയാണ് ഒരു കപ്പലിന് അടിക്കുന്നത്. കാരണം ഉപ്പുവെള്ളത്തിൽ കിടക്കാനുള്ളതല്ലേ, നിസ്സാര സംഗതിയൊന്നുമല്ല. നമ്മൾ വിചാരിക്കുന്നത് ചുമ്മാ പാട്ടയും കൊണ്ട് വെല്ല് ചെയ്തിട്ട് ഉപ്പുവെള്ളത്തിൽ ഇറക്കിയാൽ മതി. 2 ദിവസം കൊണ്ട് ദ്രവിച്ച് ഊട്ട വീഴും ഇതിന്. അപ്പോൾ കപ്പൽ ഇത്രയും പെയിൻറ്റും സംഗതിയും, അത് കൂടാതെ അതിനകത്തെ മെഷീനറിയുടെ ഓയിൽ തന്നെ ടൺ കണക്കിനുണ്ടാവും. ടാങ്ക് കാര്യമായിരിക്കും, പക്ഷേ മെഷീനിൽ കിടക്കുന്ന ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ പല രീതിയിലുള്ള ഓയിൽ. ഇതെങ്ങനെ കൈകാര്യം ചെയ്യുന്നത്? സോ ഷിപ്പ് ബ്രേക്കിംഗ് ഈസ് എ ഹ്യൂജ് ഇൻഡസ്ട്രി. ഒരു കപ്പൽ ചുമ്മാ അങ്ങോട്ട് കടലിൽ ഒഴുകി നമ്മുടെ തീരത്ത് വന്നു. ഇത് കൂടാതെ നമ്മുടെ കോസ്റ്റ് ഗാർഡ് 2 കപ്പൽ ഇതുപോലത്തത് പിടിച്ച് ഗുജറാത്തിൽ കൊണ്ടുപോയി അടുപ്പിച്ചു. ഇതേ കിടക്കുന്ന ചേട്ടാ, അപ്പോൾ അവർ തലയിൽ കൈവച്ച് ഇതിന് കാശാരുതര ഈ കപ്പൽ പൊളിക്കാൻ, ഞങ്ങൾക്കറിയാമല്ല കടലിൽ തെക്കോടെ ഒഴുകി നടക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾ കൊണ്ടുവന്ന് ചേട്ടനെ ഏൽപ്പിച്ചതാണെന്ന് അവർ പറഞ്ഞു. ഇതുകൂടാതെ ബോംബെയിലെടുത്ത കപ്പൽ 3 ഇങ്ങനെ 3 കപ്പൽ ഫ്രീ ആയിട്ട് ഇന്ത്യക്ക് കിട്ടി, പട്ടിക്ക് പുതിയ തേങ്ങ കിട്ടിയ പോലെ. ഇത് പൊളിക്കാനുള്ള ചിലവ് ഭീകരം. ഇത് വാങ്ങുന്ന, ഇതുകൊണ്ട് ജീവിച്ചു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇതിൻ്റെ പിന്നെ സ്പെയർ പാർട്സ് മേടിക്കുക, ഈ ഇരുമ്പ് മേടിച്ച് ഉരുക്കി വേറെ ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള വലിയൊരു ഇൻഡസ്ട്രി ഇതിനെ ചുറ്റിപ്പറ്റി നടപ്പുണ്ട്. ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഇന്ത്യൻ കപ്പലുകൾ വേണം ഈ ചെറിയ ട്രാൻസ്ഷിപ്മെൻറ്റ് നടത്താൻ. കൊച്ചിയിൽ വന്നു, കൊച്ചിയിൽ നിന്ന് മംഗലാപുരത്ത് പോകണം, തൂത്തുക്കുടിയിൽ പോകണം, ഗോവയിൽ പോകണം. ആകെ 10-15 കണ്ടെയ്നറേ ഉള്ളൂ, ചെറുതരം കപ്പൽ മതി. ഇതൊക്കെ ഇന്ത്യൻ കപ്പലുകൾ ചെയ്തുകൊണ്ട് നമുക്കൊരു ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുണ്ട്. അവരുടെയും കപ്പലുകൾക്ക് എന്തെങ്കിലും ജോലി വേണ്ടേ? അപ്പോൾ ഈ ഫോറിനിൽ നിന്നുള്ള ഈ പഴയ കപ്പലുകൾ കൊണ്ടുവന്ന് തള്ളുന്നത് ഒഴിവാകും.
ഈ ഇന്ത്യൻ കപ്പലുകൾക്ക് എന്തെങ്കിലും കഞ്ഞി കുടിക്കാൻ അവർക്കും കിട്ടും. അതാണ് വല്ലാർപാടം ക്ലിക്ക് ചെയ്യാത്തതിനും ഒരു തടസ്സം എന്ന് പറഞ്ഞിട്ട് വല്ലാർപാടം ടെർമിനൽ തുടങ്ങുന്നതിന് മുമ്പേ കാബോട്ടാഷ് നിയമം ഇളവ് ചെയ്തു. വിഴിഞ്ഞം തുടങ്ങിയപ്പോഴും ഞാൻ ശ്രദ്ധിച്ചു, ഫസ്റ്റ് ഡിമാൻഡ് വരുന്നത് കാബോട്ടാഷ് നിയമം എടുത്ത് കളയണം. വിഴിഞ്ഞത്തും ചെയ്തു. വിഴിഞ്ഞം ഇപ്പോൾ വിഴിഞ്ഞം ഉദ്ഘാടനം എന്തോ മോദി വരാഞ്ഞിട്ട് മാറ്റി വെച്ചെന്നോ, പക്ഷേ കപ്പൽ വരുന്നുണ്ടോ എന്നൊക്കെ പറയുന്നു. ഇതേ അദാനി കൊളംബോയിൽ പോർട്ട് വെച്ചിരിക്കുന്നു. ഇപ്പോൾ 2025 തുടക്കത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നു. ആ പോർട്ടിൻ്റെ കപ്പാസിറ്റി ഇവർ പറഞ്ഞിട്ടുണ്ട്, ക്വേ ലെങ്ത് 1400 മീറ്റർ. ക്വേ എന്ന് പറഞ്ഞാൽ ജെട്ടി, കപ്പലടിപ്പിക്കാനുള്ള സ്ഥലമാണ്. 1400 മീറ്റർ, 1.5 കിലോമീറ്റർ നീളത്തിലാണ് ജെട്ടി പണിഞ്ഞിരിക്കുന്നത്. എലോങ് സൈഡ് ഡെപ്ത് 20 മീറ്റർ. 20 മീറ്ററാണ് ആഴം. അപ്പോൾ വിഴിഞ്ഞത്തിൻ്റെ ആഴം എത്രയാണ്? വിഴിഞ്ഞത്തിൻ്റെ ആഴം 14 മുതൽ 24 വരെ. അതിനർത്ഥം എന്താ? അടിത്തട്ട് അത്ര ക്ലിയറൊന്നുമല്ല, കുറച്ച് പൊങ്ങിയും കുറച്ച് താണും കുഴിഞ്ഞും ഒക്കെയാണ് നിൽക്കുന്നത്. ഇതാണ് വിഴിഞ്ഞത്തിൻ്റെ അവസ്ഥ. ഇനി ദൈവത്തിനറിയാം അവിടെ എത്ര ഡ്രഡ്ജ് ചെയ്യേണ്ടി. വല്ലാർപാടത്ത് ഇപ്പോൾ ഡ്രഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുക ആര്? കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് ഓഫ് കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് ആഴം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് വല്ലാർപാടത്ത്. അങ്ങനെ ആഴം കൂട്ടി അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കപ്പൽ വരും. അതിൻ്റെ ഫോട്ടോ മനോരമയും മാതൃഭൂമിയും കൊടുക്കും. ഭീമൻ കപ്പൽ. നമ്മൾ ഈ കപ്പലൊന്നും കാണാത്തതുകൊണ്ട് ഏത് കപ്പലിനെയും ഭീമൻ എന്ന് വിളിക്കും. വലിയൊരു സാധനം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തൃപ്തിയായി. നമുക്ക് ഇതൊന്നുമല്ല ലോകം. ആനുവൽ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി ഓവർ 3.2 മില്യൺ TEU. 32 ലക്ഷം എന്താ TEU ഒരു കണക്കുണ്ട്. 20 അടി നീളമുള്ള കണ്ടെയ്നർ എന്ന് വെച്ചാൽ മതി. അൾട്രാ ലാർജ് കണ്ടെയ്നർ വെസൽ ULCV. ലാർജ് അല്ല, അൾട്രാ ലാർജ് കണ്ടെയ്നർ വെസൽ ഹാൻഡ്ലിംഗ് ഷിപ്സ് വിത്ത് കപ്പാസിറ്റീസ് അപ് ടു 24,000 TEU. 24,000 TEU കപ്പാസിറ്റി വരെയുള്ള കപ്പലുകൾ അടുപ്പിക്കാവുന്ന ഒരു തുറമുഖമാണ് കൊളംബോയിൽ പുതിയതായിട്ട് ഇപ്പോൾ ഒരു 2-3 മാസത്തിനകം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ പോർട്ട് വിഴിഞ്ഞത്തിന് പാരയാവില്ലേ? പഴയ കൊളംബോ വല്ലാർപാടത്തിന് പാരയായെങ്കിൽ പുതിയ കൊളംബോ വിഴിഞ്ഞത്തിന് എത്ര പാരയാകണം? ഒരു 10 ഇരട്ടിയെങ്കിലും പാരയാകണം, വേണ്ടേ? വിഴിഞ്ഞം പോർട്ട് വയബിൾ അല്ല എന്ന് ഞാൻ പറയുമ്പോൾ പോർട്ടിനെ സ്നേഹിക്കുന്ന, ട്രാൻസ്ഷിപ്മെൻറ്റിനെ സ്നേഹിക്കുന്ന ധാരാളം മലയാളികളുണ്ട്. അവർ എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞു. അവർക്ക് വീണ്ടും സ്വാഗതം. എന്നെ നിങ്ങൾ ചീത്ത പറഞ്ഞു, വിഴിഞ്ഞം പ്രോജക്റ്റ് വയബിൾ അല്ല. അതുകൊണ്ടാണ് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് VGF ഇപ്പോൾ വഴക്ക് നടക്കുന്നില്ലേ? പിണറായി വിജയൻ പറയുന്നില്ലേ VGF അത് കേന്ദ്ര സർക്കാർ തിരിച്ചു പിടിക്കുമെന്ന് പറഞ്ഞു. അത് അന്യായമാണ്, അതാണ് ഇതാണ്. സംഭവം എന്താ? 1,800 കോടി രൂപ ഈ നഷ്ടം നികത്താനായിട്ട് ഈ 2 കൂട്ടരും ചേർന്ന്, കേന്ദ്രവും കൊള്ളാം കേരളവും കൊള്ളാം, അദാനിക്ക് കൊടുത്തു. വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് പ്രോജക്റ്റ് നടത്തുന്ന ആളിലാണല്ലോ വയബിലിറ്റി ഗ്യാപ്പ്. ബിസിനസ്സിൽ നഷ്ടം വന്നാൽ സർക്കാർ കൊടുക്കും എന്നുള്ളതാണ് വയബിലിറ്റി ഗ്യാപ്പ്. വയബിൾ അല്ല, ഗ്യാപ്പുണ്ട്. അപ്പോൾ ആ ഗ്യാപ്പ് ആയിരുന്നു. ഗ്യാപ്പ് ഞങ്ങൾ നികത്തിക്കോളാം. അദാനി പറഞ്ഞു ശരി, പോർട്ട് ഞാൻ എടുത്തോളാം, ഗ്യാപ്പ് നിങ്ങൾ നികത്തും, പിന്നെ എനിക്കെന്ത്? അതുകൂടാതെ അഡീഷണലായിട്ട് എൻ്റെ അറിവിൽ കുറഞ്ഞത് 67 ഏക്കർ ഭൂമി വിഴിഞ്ഞത്ത് അദാനിക്ക് സറണ്ടർ ചെയ്തിട്ടുണ്ട്. ആ കണ്ടീഷനിലാണ് അദാനി പോർട്ട് എടുത്തിരിക്കുന്നത്. തലയിൽ ചുമന്നുകൊണ്ട് നടക്കുകയായിരുന്നു ഉമ്മൻചാണ്ടിയും പിന്നെ അച്യുതാനന്ദനും അതിനുശേഷം പിണറായി വിജയനൊക്കെ. എൻ്റെ പൊന്നു ചേട്ടാ, എങ്ങനെയെങ്കിലും വിഴിഞ്ഞം ടെർമിനൽ കൊണ്ടുവരും തരണം. അദാനി പറഞ്ഞു അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്, വേറെ ആർക്കെങ്കിലും കൊടുക്കുക. വേറെ ആരുമില്ല, ആകെ 3 പേരാണ് ടെൻഡർ കൊടുത്തത്. 2 പേര് പിൻവലിച്ചു. ഓടിക്കൂടാ, ഇത് പ്രശ്നമാണ്, ഇത് തലയിലാകുമെന്ന് പറഞ്ഞിട്ട് അവർ മുങ്ങി. അദാനിയുടെ പിന്നാലെ നടന്ന് അയാളെ കൊണ്ട് അത് എടുപ്പിച്ച് ഒരു കണക്കിന് അവിടെ 3-4 കപ്പലൊക്കെ ഫോട്ടോയൊക്കെ വന്നതാണ്, ഇല്ലെന്നൊന്നും ഞാൻ പറയണില്ല. എന്ത് സംഭവിച്ചു, എന്ത് കൊണ്ടുവന്നു, എവിടെ നിന്ന് ചരക്ക് വന്നു, എവിടെ പോയി, ദൈവത്തിനറിയാം. എന്ത് വായിക്കോട്ടെ, ഈ സാധനത്തിന് ഈ കൊളംബോ പാരയാകാൻ പോവുകയാണ്. ബട്ട് ആകെ ഒരു ഗുണമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദാനിയെ തന്നെയാണ് പാര വയ്ക്കുന്നത്. അദാനി തീരുമാനിക്കും കൊളംബോയിൽ നിന്ന് കാശ് എടുക്കണോ അതോ വിഴിഞ്ഞത്ത് നിന്ന് എടുക്കണോ. കപ്പൽ കമ്പനിക്കാർ പറയും ഞങ്ങൾ കൊളംബോയിൽ വരാം. കാരണം കൊളംബോ ഈസ്റ്റും വെസ്റ്റും തുറമുഖമുണ്ടല്ലോ, 2 ഉണ്ട്. വിഴിഞ്ഞത്ത്
അല്ലെങ്കിൽ തന്നെ ചേട്ടൻ എന്തോ ടൗൺഷിപ്പോ ടൂറിസ്റ്റ് സെൻറ്ററോ എന്തോ ഉണ്ടാക്കിയിട്ട് അവിടെ കാശിനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ടല്ലോ. അല്ല അതുകൊണ്ട് അപ്പോൾ പിന്നെ എന്നാൽ പിന്നെ കൊളംബോ, നിങ്ങളുടെ ട്രാൻസ്ഷിപ്മെൻറ്റ് വീണ്ടും കൊളംബോ ഈസ്റ്റിലും വെസ്റ്റിലും ഹമ്പൻതോത്തയിലുമായിട്ട് പോകും. വിഴിഞ്ഞത്ത് ഈ പറഞ്ഞ പോലെ വല്ലാർപാടം പോലെ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കപ്പൽ വരും. അത് നമ്മൾ ആഘോഷിക്കും. ഇതിൻ്റെ ലാഭമോ നഷ്ടമോ നമ്മൾ നോക്കില്ല. കാരണം ഈ ഉടമസ്ഥന് അദാനിയല്ലേ. അദാനിക്ക് വിഴിഞ്ഞത്തെ തുറമുഖവും അദാനിയുടെ, കൊളംബോയിലെ തുറമുഖവും അദാനിയുടെ. അപ്പോൾ ഏത് കടയിൽ എന്ത് കച്ചവടം നടത്തണമെന്ന് അദാനിക്ക് തീരുമാനിക്കാം. നമ്മുടെ കുറേ ആശാന്മാർ രാഷ്ട്രീയക്കാർ അദാനിയെ ഡൽഹിയിൽ ചീത്ത പറയും, ഇവിടെ മാലയിടും. ഇപ്പോൾ ഇവിടെ ഇട്ടാൽ പോലെ ശ്രീലങ്കയിൽ പോയിട്ട് മാലയിടേണ്ട ഗതികളാണ്. പുള്ളിയെ അവിടെ ബഹുമാനിക്കും. അച്ഛനെ ഗൗതം അദാനിയെ ഒരു സ്ഥലത്ത് ചീത്ത വിളിക്കും, അങ്ങേരുടെ മകനെ വേറൊരു സ്ഥലത്ത് ആദരിക്കും. കണ്ടില്ല, വിഴിഞ്ഞ പോർട്ടിൻ്റെ ഉദ്ഘാടനത്തിന് അദാനിയുടെ മകൻ, അദാനി വന്നില്ല. അദാനി മകനോട് പറഞ്ഞു, എടാ അവിടെ നമ്മുടെ ആ ഒരു വള്ളക്കടവ് ഉദ്ഘാടനമുണ്ട് എന്ന്. അതെവിടെ? വിഴിഞ്ഞം. അത് ആൾ കൂടെ വരും, നീ അവിടെ നിന്ന് പോയി അവിടുത്തെ മുഖ്യമന്ത്രി ആരാണ്ടുണ്ട്, അങ്ങേരുടെ കൂടെ സ്റ്റേജിലൊന്നും ഇരുന്നിട്ട് പോരും. ഞാനവിടെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നീ ഒന്നും ചെയ്യണ്ടാ, ചെയ്യാനുള്ളത് അവർ ചെയ്തോളും, അവിടെ നിന്ന് പോയാൽ മതി. കാരണം മൂപ്പര് വരേണ്ട ആവശ്യമില്ലെന്ന്. ഗൗതം അദാനി വരേണ്ട മാത്രം പ്രാധാന്യമൊന്നും വിഴിഞ്ഞത്തില്ല. വന്നില്ലല്ലോ ഗൗതം അദാനി, വരില്ല. കാരണം അങ്ങേരെ സംബന്ധിച്ച് ചീള് കേസാണ്. പുള്ളി ചെറുക്കനെ പറഞ്ഞു വിട്ടു. പലപ്പോഴും നമ്മൾ ഈ വലിയ ബന്ധമൊന്നുമില്ലാത്ത കല്യാണത്തിന് മക്കളെ പറഞ്ഞു വിടുമല്ലോ, എടാ നീ ഒന്ന് പൊക്കോ, ആരെ അവിടെ പോയി തല കാണിച്ചാൽ മതി. അയ്യോ എനിക്കെങ്ങും മേലെ, എനിക്കിന്ന് ക്രിക്കറ്റ് ഉണ്ട്. നിൻ്റെ ക്രിക്കറ്റ് മര്യാദയ്ക്ക് പോടാ, അവിടെ പല്ല് തേച്ച് കുളിച്ച് വൃത്തിയായിട്ട് അവിടെ കല്യാണത്തിന് പോയി തല കാണിച്ചിട്ട് പോവാം. അവരുടെ വീഡിയോയിൽ നിൻ്റെ തല വരണം കേട്ടോ. കാരണം കല്യാണം കഴിയുമ്പോൾ ഈ വീഡിയോ ഇട്ട് നോക്കും ആരൊക്കെ വന്നു. അപ്പോൾ നോക്കുമ്പോൾ ആ തെക്കേ തറവാട്ട്, അവിടെ ആ തറവാട്ടിലെ ആൾ വന്നിരുന്നു, ആ ജോബി വന്നിരുന്നു, ഞാൻ കണ്ടതാണ്. ഇതുപോലെ വിഴിഞ്ഞം ഉദ്ഘാടനം അദാനി മകനെ വിളിച്ചിട്ട്, എടാ ഒന്ന് പോയിട്ട് വേണം, എനിക്കെങ്ങും പറ്റില്ല, എവിടെ നീ, ഞാൻ പറഞ്ഞേക്ക് ഈ ഫ്ലൈറ്റ് കിടക്കുന്നു, നീ വേഗം പോ, അവിടെ പോയിട്ട് അത് ചെയ്തിട്ട് വന്നു. അങ്ങനെ ഗൗതം അദാനിയുടെ മകൻ, ആ ചെറുക്കൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല, പുള്ളിയെ ഇരുത്തി പുകഴ്ത്തി ആര്, നമ്മുടെ കാരണഭൂതൻ പിണറായി വിജയൻ. അച്ഛനെ തെറി പറയുക, മകന് മാലയിടുക, ഈ ഒരു ഗതികേട്. അപ്പോഴാണ് എനിക്ക് ഈ വാർത്ത എല്ലാവരും പറഞ്ഞു, അദാനി മിടുക്കനാണ്, അമേരിക്കയിൽ നിന്ന് ലോൺ മേടിക്കുന്നില്ല. ഞാനിതിന് താഴെ വായിച്ചു കഴിഞ്ഞപ്പോഴാണ് അതിലും വലിയ ഭാരം വേറെ കിടക്കും. ഇവൻ ലോൺ എവിടെ നിർത്താൻ നമുക്ക് എന്താന്നേ? ഹേയ്, അദാനി ലോൺ എടുക്കുകയോ എടുക്കാതിരിക്കുകയോ ചെയ്തിട്ട് നമ്മളത് ബാധിക്കില്ല. നമ്മളെ ബാധിക്കാൻ പോകുന്നത് ഈ കൊളംബോ പോർട്ടാണ്. ഇത് ചെയ്യുന്നത് അദാനി തന്നെയാണ്. ഇപ്പുറത്ത് വിഴിഞ്ഞം ഓപ്പറേറ്റ് ചെയ്യുന്നത് അദാനി തന്നെയാണ്. അതുകൂടാതെ ഭൂലോകത്തിലെ വലിയ പോർട്ട് ഓപ്പറേറ്റേഴ്സാണ് DP വേൾഡ്. അവരാണ് വല്ലാർപാടത്തുള്ളവർ. അവർ ജീവിക്കുന്നത് രാജീവ് ഗാന്ധിയുടെ വരുമാനം കൊണ്ടാണ്. രാജീവ് ഗാന്ധിയുടെ കണ്ടെയ്നർ മുഴുവൻ വല്ലാർപാടത്തേക്ക് മാറ്റിയിട്ട് അത് വെച്ച് അവരും ജീവിക്കുന്നു. എന്തൊരു മായാപ്രപഞ്ചം ഇത്! പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ആളുകൾക്ക് ഒരു ആവേശമാണ്. ഓ, വിഴിഞ്ഞം വന്നു, വികസനം വരും. വികസനത്തിന് കയ്യും കാലും ഒന്നുമില്ല ഇങ്ങോട്ട് വരാനായിട്ട്. എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് വികസനം വരും, എന്ത് സംഭവിക്കും. ഏതായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ. വിഴിഞ്ഞം പോർട്ടിന് നല്ല ബിസിനസ് ഉണ്ടാവട്ടെ. കൊളംബോ വെസ്റ്റും ഈസ്റ്റും പുരോഗതിയിലേക്ക് കുതിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.